സത്യമാണ്, കഴിഞ്ഞ 5 വർഷം ഓൺ ആൻ ആവറേജ് ഡെയിലി 500 പേര് വെച്ച് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അത് റോഡ് കൊള്ളാത്തത് കൊണ്ടോ സിവിക് സെൻസ് ഇല്ലാത്തത് കൊണ്ടോ ആണ് എന്ന ഫേക്ക് നറേറ്റീവ് നിർത്തി അതിന്റെ റിയൽ റീസൺ ഇൻ ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പോയിന്റ് നമ്പർ 1, ഇന്ത്യയുടെ GDP 4 ട്രില്യൺ കടന്നാലും ആവറേജ് ഒരാളുടെ ഇന്ത്യയിലെ വരുമാനം എത്രയാണ്? അംബാനിയെ പോലെയുള്ള ടോപ്പ് 5% ബില്യണേഴ്സിനെ കണക്കിൽ നിന്നും ഒഴിവാക്കിയാൽ 10,000 രൂപയിൽ താഴെയാണ് ഇന്നും ആവറേജ് ഇന്ത്യക്കാരന്റെ മന്ത്ലി ഇൻകം. ഇനി പോയിന്റ് നമ്പർ 2, നമുക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടേണ്ടതും അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ വളരെ എക്സ്പെൻസീവുമായിട്ടുള്ള ഒരു സംഭവമാണ് ഫ്രീഡം. മിക്ക ആളുകളും വിക്ടിംസ് ആണ് എങ്കിലും സ്ത്രീകളായിരിക്കും കൂടുതൽ ഇത് അനുഭവിക്കുന്നത്. ജെൻഡർ റോൾസ് ഇല്ലാതെ, സ്റ്റെയറിംഗ് ഇല്ലാതെ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോടുകൂടി, സേഫ്റ്റിയോടുകൂടി, കമന്റടി ഇല്ലാതെ വണ്ടി ഓടിച്ച് ഇഷ്ടമുള്ള വേഷം ധരിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ ഇതൊന്നുമില്ലാത്തൊരു സ്ഥലത്തേക്ക് തിരികെ വരിക എന്നത് അവർക്ക് ഇമ്പോസിബിൾ ആയിട്ട് മാറും. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടേണ്ട ആ ഫ്രീഡം വാങ്ങാനായിട്ട് കൊടുക്കുന്ന പ്രൈസ് ആണ് പലപ്പോഴും ഇന്റർനാഷണൽ കോളേജ് ഫീസും വിസയും ഒക്കെ. ഇനി പോയിന്റ് നമ്പർ 3, ടു സ്റ്റേ അലൈവ്. നമ്മുടെ മുന്നിൽ ഒരാൾ കൊളാപ്സ് ആയിട്ട് വീണാൽ CPR കൊടുക്കാൻ എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? നമ്മുടെ വൈറ്റിലെ ഹബിലൂടെയോ മാളുകളിലൂടെയോ ഒക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ബോക്സിൽ ഈ ഉപകരണം ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് വന്ന ഒരാളെ 80% വരെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണത്. അതിന്റെ പേര് എത്ര പേർക്ക് അറിയാം? ഇത് അറിയുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോഴാണോ അറിയാത്ത ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോഴാണോ സർവൈവ് ചെയ്യാനുള്ള നമ്മുടെ ചാൻസസ് കൂടുന്നത്? ഫ്ലാറ്റുകളുടെ സേഫ്റ്റി, ഹൗസ് ബോട്ടിന്റെ സേഫ്റ്റി, റോഡുകളുടെ സേഫ്റ്റി, ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് പോലും ആക്സസ് ഇല്ലാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, അഡൾട്രേറ്റഡ് അല്ലാത്ത ഭക്ഷണം പോലും ഉറപ്പില്ലാത്ത അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ ഡസൻസ് ഓഫ് ആർട്ടിക്കിൾസ് നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. ഇനി പോയിന്റ് നമ്പർ 4, അതെ, ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, നമ്മൾ ഇതിലെല്ലാം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പാണോ നമുക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ പ്രോമിസ് ചെയ്യാൻ സാധിക്കുമോ? 90s $1 വാങ്ങാനായിട്ട് നമ്മുടെ 43 രൂപ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. കഴിഞ്ഞ വീക്ക് അത് 90 രൂപയിലെത്തി. നമ്മുടെ റോഡ് കൾച്ചർ ബെറ്റർ ആവുന്നതായിട്ടാണോ മോശമാവുന്നതായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ നാട്ടിൽ നിർത്താനായിട്ട് എന്തൊക്കെ ലോങ് ടേം പ്ലാൻ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്? ഇനി അടുത്ത പോയിന്റ്, അക്കാഡമിക് ആയിട്ടുള്ള മാർക്ക് ചോദിക്കുക, കല്യാണമായവൻ ചോദിക്കുക, ജോലി, സാലറി, വീട്, കാറ്, കുട്ടി, സെക്ഷുവാലിറ്റി, ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ, ഈ സൊസൈറ്റിയെ വെറുക്കാൻ ട്രെയിൻ ചെയ്യുന്നത്. ഈ അമ്മാവൻ ആന്റി സിൻഡ്രം നമ്മൾ ചിരിച്ചു കാണുന്നതിനും അപ്പുറം വളരെ ഡീപ്പും ക്രിട്ടിക്കലുമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ചോദ്യം സ്നേഹം കൊണ്ടോ കൺസേൺ കൊണ്ടോ അല്ല, മറിച്ച് ജഡ്ജ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇന്നത്തെ കുഞ്ഞു പിള്ളേർക്ക് പോലും ഉണ്ട്. അങ്ങനെ നാട് വിട്ടു പോകുന്ന ഏതൊരാളും അവരുടെ ഡിയറസ്റ്റ് ആയ പേരൻസ് ഏജ്ഡ് ആവുന്നത് വീഡിയോ കോൾ വഴിയായിരിക്കും കാണാൻ പോകുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഗ്രാമവും സിറ്റിയും ടൗണും ജംഗ്ഷനും ചായക്കടയും ഒക്കെ വിട്ടു പോകുന്ന ഡിസിഷൻ ഒട്ടും എളുപ്പവും ആയിരുന്നില്ല. ബട്ട് റിയാലിറ്റി, ഇങ്ങനെ ഒരു ഇമോഷനും നമ്മുടെ ബ്രെയിനിൽ ഹാർട്ട് വയേർഡ് ആയിട്ടുള്ള മൈഗ്രേഷനെ ഓവർ റൈഡ് ചെയ്യാൻ തരത്തിൽ പവർഫുൾ അല്ല എന്നുള്ളതാണ് സത്യം. 3 ലക്ഷം വർഷം മുന്നെയാണ് ഇന്നത്തെ കെന്യ, ടാൻസാനിയ ഏരിയയിൽ നമ്മൾ ഹോമോ സാപ്പിയൻസ് ഉണ്ടായത്. അവിടെ തന്നെ നമ്മൾ 2.5 ലക്ഷം വർഷം കറങ്ങി ഇങ്ങനെ നടന്നു. അവിടെ നിന്നും സക്സസ്ഫുൾ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തു പോയ 2000-ൽ താഴെ മാത്രം ആളുകളാണ് ഇന്നത്തെ നമ്മൾ എല്ലാവരുമായിട്ട് മാറിയത്. അതിൽ ഇലോൺ മസ്ക് ഉണ്ട്, ഐൻസ്റ്റൈൻ ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, ഷാജഹാനും മുംതാസും ഉണ്ട്, ഗാന്ധി ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. മനുഷ്യന്റെ ഇവല്യൂഷൻ സത്യത്തിൽ ഇവല്യൂഷൻ ഓഫ് പ്ലേസസ് കൂടെയാണ്. ഇനിയും നമ്മൾ പോകാൻ പോകുന്ന മാർസും ഒക്കെ നമ്മുടെ ഇവല്യൂഷൻ തന്നെയാണ്. നിങ്ങളുടെ ഈ ടോപ്പിക്കിലുള്ള അഭിപ്രായങ്ങൾ അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. നമുക്ക് അത് താഴെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.